എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ പ്രേമികൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. നമ്മുടെ നമ്പർ 1 ആരോഗ്യരംഗം കുറേ നാളുകളായിട്ട് വാർത്തകളിലിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ നമ്പർ 1 ആരോഗ്യ രംഗമെന്നും പറഞ്ഞ് ഇവർ തള്ളിമറിക്കുന്നതല്ലാതെ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊന്നുമില്ല. അമ്പേ പരാജയമായ ഒരു ആരോഗ്യരംഗമാണ് ഇപ്പോൾ ഉള്ളതെന്ന് നിരവധി ഉദാഹരണങ്ങൾ സംഭവിച്ചിട്ടും ഇവരെ അത് അംഗീകരിക്കത്തില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് വന്ന് വെളിപ്പെടുത്തിയ കുറേ കാര്യങ്ങളുണ്ട്. ആ സമയത്തൊക്കെ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ഈ മന്ത്രിമാരും കുറച്ച് നേതാക്കന്മാരും ഒക്കെ വന്നെങ്കിലും പിന്നീട് മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അയാൾ ശരിയല്ല ചെയ്തത്. അയാൾ കേരളത്തിൻ്റെ നമ്പർ 1 ആരോഗ്യരംഗത്തെ താറടിച്ച് കാണിക്കാനായിട്ട് ഉള്ള കരുക്കൾ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇട്ടുകൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളി ഹാരിസിനെ എതിർത്തുകൊണ്ടുള്ള ഒരു പ്രസ്താവനയായിട്ട് മുന്നോട്ട് വന്നു. അപ്പോൾ ഇത് കിട്ടിയ പാതി കിട്ടാത്ത പാതി ഈ തമ്പ്രാൻ പറയുന്നത് സിന്ദാബാദെന്നും പറഞ്ഞിട്ട് പുറകിലുള്ള ഈ ഊച്ചാളി രാഷ്ട്രീയക്കാരും നേതാക്കന്മാരും മന്ത്രിമാരും മൊത്തം ഇത് ഏറ്റുപിടിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ഇപ്പം നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാനെല്ലാം ഒരുങ്ങിയിരിക്കുകയാണ്, ഞാൻ ഒരു സസ്പെൻഷനെങ്കിലും പ്രതീക്ഷിച്ചിട്ട് ഞാനിരിക്കുന്നു. പക്ഷേ ഈ LDFൻ്റെ മന്ത്രിസഭയുടെ കാലത്ത് രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ പാടില്ല. വിളിച്ചു പറഞ്ഞാൽ അവനെ ക്രൂശിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കോട്ടയത്ത് നടന്ന മെഡിക്കൽ കോളേജിലെ സംഭവം നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. അവിടെ 2 മന്ത്രിമാർ ചെന്ന് നോക്കുകുത്തി പോലെ നിന്നു. എന്നിട്ട് ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ വൈകിപ്പിക്കാമെന്നല്ലാതെ അതിന് യാതൊരു ഗുണവും അവരെ കൊണ്ടുണ്ടായില്ല. ഈ മന്ത്രിപ്പട മുഴുവനും കോട്ടയത്ത് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ 5 കിലോമീറ്റർ അകലെ ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രി അടക്കം. പക്ഷേ അതൊന്നും കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല. ഇവർ പറയുന്ന കണക്കത്തെ നമ്പർ 1 ആരോഗ്യരംഗവും അല്ല. എത്രയോ വർഷം പഴക്കമുള്ള കെട്ടിടമാണ് ഇടിഞ്ഞു വീണ്. അവിടെ കിടക്കുന്ന രോഗികളുടെയൊക്കെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സങ്കടപ്പെട്ടു പോകും. അതുപോലെ യാതൊരു വൃത്തിയും മെനയില്ലാത്തതും തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണ് ഈ രോഗികൾ കിടക്കുന്നതും കഴിയുന്നതും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തെയാണ് ഇവർ PR വർക്ക് മാത്രം കൊണ്ട് പൊക്കിപ്പിടിച്ച് നമ്പർ 1 നടക്കുന്നത്. അപ്പോൾ ഈ നമ്പർ 1ൻ്റെ പൊള്ളത്തരങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ കാർട്ടൂൺ ഞാൻ വരയ്ക്കുന്നത്. ശരിക്കുമുള്ള യമകങ്കരൻ വന്നിട്ട് പോലും യമകങ്കരൻ അത്ഭുതപ്പെട്ടു പോയി. ഇവിടെ ഒരു സമാന്തര ഈ നരകം ഉണ്ടെന്നാണ് അദ്ദേഹം ഈ യമധർമ്മൻ്റെ ചിന്ത. അതാണ് ഇന്നത്തെ കാർട്ടൂൺ. നമുക്ക് കാർട്ടൂണിലേക്ക് പോകാം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കാർട്ടൂണിൻ്റെ റഫ് ഇതാണ് അതിൻ്റെ ഡയലോഗ് ഇതാണ്. രാജാവ് നഗ്നനാണെന്ന് മേലിൽ വിളിച്ച് പറയുമോ എന്ന് ചോദിക്കുകയാണ്. നമ്മുടെ ഹാരിസ് ചിറക്കൽ ഡോക്ടറാണ്. ഡോക്ടറെ ബലി കൊടുക്കാനായിട്ട് വെലിത്തറയിൽ കടത്തിയിരിക്കുകയാണ്. PR വർക്കാരൊക്കെ പുറകിൽ നിൽപ്പുണ്ട്. അപ്പം നമ്മുടെ യമധർമ്മൻ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ കാലം വിചാരിക്കുകയാണ് ഇവിടെ ഒരു സമാന്തര നരകമോ എന്ന് വിചാരിക്കുകയാണ്. സിസ്റ്റത്തിൻ്റെ തകരാറല്ലത്, സിസ്റ്റത്തിൻ്റെ ധാർഷ്ട്യമാണ്. നമുക്കതിൻ്റെ ഇങ്ങോട്ട് കിടക്കാം. നമ്മൾ നമ്പർ 1 എന്നുള്ളതിൻ്റെ നമ്പർ 1 ചിഹ്നമാണ്, അതാണ് ബലിത്തറ. ഈ നമ്പർ 1 പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ നമ്മുടെ ഹാരിസ് ചിറക്കലിനെ ബലി കൊടുക്കാൻ പോകുന്നത്. ഇവർക്ക് സ്വന്തമായി കോടതിയും സ്വന്തമായിട്ട് പോലീസ് സ്റ്റേഷനും സ്വന്തമായിട്ട് നീതിന്യായ വ്യവസ്ഥകളും ഒക്കെ ഉള്ള പോലെ സ്വന്തമായിട്ട് നരകവും കാലപുരിയൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം ആകുമ്പോഴും നമ്മുടെ ഇരട്ടച്ചങ്കൻ ഇന്ന് ചികിത്സയ്ക്കായിട്ട് അമേരിക്കയിലോട്ട് പറന്നിട്ടുണ്ട്. ആദ്യമൊക്കെ ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തി നല്ലതാണ്, അദ്ദേഹം നല്ല ഡോക്ടറാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ ചോരയ്ക്കായിട്ട് അദ്ദേഹത്തിനെ ബലി കൊടുക്കാനായിട്ട് മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു. അത് കേട്ട് ബാക്കി കിങ്കരന്മാരും എല്ലാം ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പം സിസ്റ്റത്തിൻ്റെ ഒരു ഫെയിലിയർ നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കണ്ടു. അതേ കണക്കുള്ള ഒരുപാട്
ഫെയിലിയറുകളെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് നമ്മുടെ രായാവാണ്. രായാവിന് ഹിതകരമല്ലാത്തത് ആരെങ്കിലും പറഞ്ഞാൽ രായാവ് ഉടനെ അവരെ ബലി കൊടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യും. ഇത് രാജാവ് നഗ്നനാണെന്ന് ഇദ്ദേഹം വിളിച്ചു പറഞ്ഞതല്ലേ, അദ്ദേഹത്തിനെ പിന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. പുറകെ നിൽക്കുന്നത് നമ്മുടെ മന്ത്രിണി കൊച്ചമ്മയാണ്. ഇതെല്ലാം കണ്ട് അന്തം വിട്ട് നിൽക്കുന്ന കാലന്, അതായത് കേരളത്തിലൊരു സമാന്തര നരകമാണ് നടമാടിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഡയലോഗ്.